ഫോണ് പോയിട്ട് ഞങ്ങളെ ഫോണ് പോയി. കുടുവിൻ്റെ പണി കേടാക്കി. ഈ സൈഡത്തെ കടിച്ചുണ്ട്. അപ്പോൾ കിട്ടുന്ന പോലെ ഞങ്ങൾ ഇന്ന് വീഡിയോ ഇടും. ഇനി നാളെ തൊട്ട് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയതാണേ. മുക്കത്ത് പോയിട്ട് വരാം കേട്ടോ. എൻ്റെ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റാഞ്ഞ എന്താ വെച്ചാൽ ഫോണ് ഇങ്ങനെ കേടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീഡിയോ പിടിക്കാൻ പറ്റാതെ പോയത്. ഒരു കൊതുക് എൻ്റെ മുഖത്ത് കടിക്കുന്ന. അതേ കൂട്ടുകാരി, കുറച്ച് ദിവസം മുമ്പ് പിടിച്ചു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സ്കൂള് ശരിക്കും എന്താണെന്ന് വെച്ചാൽ സ്കൂൾ തുറക്കുന്നതിൻ്റെ തൊട്ട് തലേന്ന് പോയപ്പോൾ പിടിച്ച വീഡിയോ അന്ന് ഫോണ് കേടായ സമയത്താണ് കേട്ടോ. അതാണ് ഞങ്ങളങ്ങനെ പറഞ്ഞത്. കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ അധികമൊന്നും ഞങ്ങൾക്കൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അങ്ങേറ്റത്താണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന റൂമുള്ളത്. ഓഫീസ് അവിടെ പൊല്യൂഷൻ സെൻറ്റർ അവിടെയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് പുസ്തകം കുറച്ച് വാങ്ങേണ്ടിയിരുന്നു. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. പിന്നെ കുറച്ച് സാധനങ്ങളും ബാഗൊന്നും അവർക്ക് ഇപ്രാവശ്യം വാങ്ങുന്നില്ല. കഴിഞ്ഞ വർഷത്തെ ബാഗൊക്കെ ഉണ്ട്, അത് മതി. പിന്നെ ആദ്യക്കുട്ടന് ഞങ്ങൾക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു സഹായത്തിൽ ഞങ്ങൾക്കൊരു ആദ്യക്കുട്ടനൊരു ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുനുസിന് ബാഗ് കഴിഞ്ഞ വർഷത്തെ തന്നെ ബാഗുണ്ട്. കുടുവിന് ആദ്യൻ്റെ ഒരു കുഞ്ഞു ബാഗുണ്ട്. അങ്ങനെ അതുകൊണ്ടൊക്കെ ഞങ്ങൾ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ബുക്കുകളും മറ്റു സാധനങ്ങളൊക്കെ ആയിരുന്നു വാങ്ങേണ്ടിയിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന ഈ കാണുന്നത് എവിടെയാണെന്നറിയാം, മുക്കത്താണ് കേട്ടോ. എന്ത് തിരക്കാണോ അന്ന് മുക്കത്ത്, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ പൈലറ്റിലാണ് പോയത്. അവിടെ സ്റ്റോറാണ്, ഇങ്ങനെ സാധനങ്ങൾ കടകളിലേക്ക് കൊണ്ടുപോകുന്ന സ്റ്റോറാണ് കേട്ടോ. പക്ഷെ അവിടെ ഒത്തിരി ആളുകൾ വന്ന് വാങ്ങുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെ എന്താ പറയുക, കടകളിലെല്ലാം തിരക്കുമാണ്, കുറച്ച് അല്പം വിലയും കൂടും. ഇവിടെയാണെങ്കിൽ പിന്നെ വില അല്പം കുറവാണ് കേട്ടോ. ഇവിടുന്ന് കടകളിലേക്ക് സാധനം എടുക്കുന്ന ആ ഒരു റേറ്റിൽ നമുക്ക് സാധനം കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളും പോയി അവിടെ തന്നെ. പക്ഷേ അത്രയും ബുദ്ധിമുട്ടാണ് അവിടെ നിൽക്കാനും തിരക്കും ഒക്കെ ആണെങ്കിലും ഓരോ കസ്റ്റമർക്കും അവിടെ ഒരു സ്റ്റാഫ് ഉണ്ട് കേട്ടോ. അവിടെ വേഗം വേഗം അവർ ഓരോരുത്തർക്കും വേണ്ട സാധനങ്ങൾ പെട്ടെന്ന് എടുത്ത് കൊടുത്ത് വിടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെന്നപ്പോൾ അവിടെ ഒരു മോനുണ്ടായിരുന്നു. അവന് വേഗം എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അങ്ങനെ ഒരു ഉന്തും തള്ളുമാണ്. ആദ്യക്കുട്ടനൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി കയറി വന്ന് കണ്ടില്ല, ഇത്രയും ആളുണ്ട്, കുറഞ്ഞ സ്പേസേ ഉള്ളൂ, പക്ഷേ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അച്ഛനും അമ്മയും എല്ലാം ഉണ്ടെന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ. അപ്പോൾ അവന് കുറച്ച് നോട്ട് ബുക്കും കാര്യങ്ങളും പൗച്ചോ അങ്ങനെ എന്താ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. എനിക്ക് വന്നൊരു 2000 രൂപ, എല്ലാം കൂടെ വാങ്ങുമ്പോൾ എന്തായാലും കുറച്ച് പൈസയാവും കേട്ടോ. അങ്ങനെ അതെല്ലാം വാങ്ങി. ആദ്യക്കുട്ടന് ആവശ്യമുള്ള കുറച്ച് നോട്ട് ബുക്ക് വാങ്ങി. പിന്നെ ബുക്ക് പൊതിയാനുള്ളതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇറങ്ങിയിട്ട് ഒരു ചെരുപ്പൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ചെരുപ്പ് വാങ്ങാൻ ചെന്നപ്പോൾ എല്ലാ കടയിലും തിരക്ക്. എന്നാൽ അപ്പോൾ 1-2 കടയിൽ കയറി, എല്ലായിടത്തും തിരക്കാണ്. അപ്പോൾ ഈ കുടുവിനെ എടുത്ത് ഇങ്ങനെ നിൽക്കണ്ടേ. അപ്പോൾ എന്നാൽ നമുക്ക് എന്തായാലും വേണ്ടില്ല, കുറേ നാൾ കൂടിയിട്ടല്ലേ നമുക്കൊന്ന് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളിങ്ങനെ പറയൂ കേട്ടോ, എന്തെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് കഴിക്കണം. ഹോട്ടലിലൊന്നും പോയി അങ്ങനെ അധികം ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ പോകാറേ ഇല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ് എന്നാൽ ഇന്ന് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ സത്യം പറയാലോ, അങ്ങനെ ഞങ്ങൾ കയറിയത് മുക്കത്തെ സ്റ്റാർ ഹോട്ടലിലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടിയൊരു ഹോട്ടലാണ് കേട്ടോ. മുക്കത്തെ ഒരു പ്രമുഖ ഹോട്ടലാണ് സ്റ്റാർ ഹോട്ടല്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. എന്നിട്ട് എൻ്റെ ഫോൺ ഇങ്ങനെയാക്കി കൂട് കടിച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടേ എന്താ വേണ്ടതെന്ന് പറയാൻ അറിയില്ലാത്ത ഇന്നാളത്തെ പോലെ ഒരു ചാൻസ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോന്ന് പറഞ്ഞു. എന്തെങ്കിലും പറയാൻ അറിയണ്ടേ. റൊട്ടി 4 പറഞ്ഞില്ലേ, 2 മതി. അവസാനം എന്തെങ്കിലും പറയുന്നുണ്ട്, എന്തെങ്കിലും പറയുന്നു പറഞ്ഞിട്ടുണ്ട്. വരുമ്പോൾ കാണാം എന്തൊക്കെയാന്ന് കേട്ടോ. ഞാനിവിടെ ഇരുന്ന് പെരിഞ്ചിരി ചെയ്യുന്നു. ഇവർ സാധനം ഓർഡർ ചെയ്യുമ്പോൾ കേട്ടോ എന്തൊക്കെയോ അത് ഇതെന്നൊക്കെ പറയണ്ടേ. എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് അത് കറിയാണോ അത് ചോറാണോ. അയാൾ അത് കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്.
അങ്ങനെയല്ല കൂട്ടുകാരെ, നമ്മളില്ലേ ഞാനിപ്പം ഞങ്ങളങ്ങനെ ഹോട്ടലിലധികം പോയി കഴിക്കാറില്ല. വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കുടു ഉണ്ടായൊരു ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഞങ്ങളിങ്ങനെ ഹോട്ടലിൽ പോയി കഴിക്കണത് കേട്ടോ. ജ്യൂസ് എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും കുടിക്കുന്നതല്ലാണ്ടേ. പിന്നെ ആദ്യക്കുട്ടനാണെങ്കിലും ഉണ്ടായിട്ട് അങ്ങനെ ഞങ്ങളങ്ങനെ പോയതായിട്ട് ഓർമ്മയിലില്ല കേട്ടോ. വല്ലപ്പോഴും എങ്ങാനും പോയിട്ടുണ്ടാവും. അതിപ്പോൾ കൂടിപ്പോയ ഒരു ചായ കുടിച്ച് പോന്നിട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒന്ന് പോയത്. അത് കാരണം തന്നെ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും പറയാൻ അറിയണ്ടേ. ആദ്യകൂട്ടനോട് ചോദിച്ചപ്പോൾ ആദ്യകൂട്ടൻ പറഞ്ഞു പൊറോട്ട മതി എന്ന് കേട്ടോ. അപ്പോൾ പൊറോട്ട അറിയുള്ളൂ അവർക്ക്, അല്ലെങ്കിൽ ബിരിയാണി. പൊറോട്ട ബിരിയാണി ഇത് എനിക്കും അറിയുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നൂഡിൽസ് എന്നൊക്കെ അവർ പറഞ്ഞപ്പം അത് മനസ്സിലായി. അപ്പോൾ ആദ്യകൂട്ടൻ പറഞ്ഞു എനിക്ക് ചിക്കൻ നൂഡിൽസ് മതി എന്ന് പറഞ്ഞു. മോനിച്ച് പിന്നെ ഫ്രൈഡ് റൈസ് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു കേട്ടോ. അത് കൂട്ട് തന്നെ ഞങ്ങൾ ഓരോന്ന് വീതം വാങ്ങിയുള്ളൂ. ഞങ്ങൾ 4 ആളും കൂടെ അത് ഷെയർ ചെയ്തെടുക്കാവുന്നേ ഉള്ളല്ലോ. പിന്നെ ഈ ചപ്പാത്തി അല്ല എന്താ റൊട്ടി, നാനോ റൊട്ടിയോ, അത് ഞാൻ ഒരുപാട് ചിരിച്ചു. ദൈവമേ, എൻ്റെ കളി കണ്ടിട്ട് അവിടെ ഇരുന്ന് നമ്മളെ ഹോട്ടലിലെ ജീവനക്കാർ അവരും അവിടെ നമ്മളെ അടുത്ത് വന്ന് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് പോയിട്ട് എനിക്ക് തോന്നുന്നു അവരും എന്നെ കളിയാക്കിയാണ്. ഈശ്വര, അവരിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ട് പറയാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും അതെന്താ സാധനം, ഓരോ പേര് പറയുമ്പോൾ അതെങ്ങനെ ഇങ്ങനത്തെ കൂട്ടാന്നൊക്കെ അറിയുവാണെങ്കിൽ. അല്ലെ പിന്നെ പണ്ടത്തെ കുട്ടികളില്ലേ, അല്ല പണ്ടല്ല ചെറിയ മക്കളെ നമ്മൾ അക്ഷരം ചിത്രമൊക്കെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുക, ചിത്രം വെച്ചിട്ട് നമ്മൾ പഠിപ്പിക്കൂലേ, ആ ഒരവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും ഓർത്തു, ഞാനിപ്പോഴും പണ്ടത്തെ ആ കാലഘട്ടത്തിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. ദൈവമേ, ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ എന്നിട്ടോ. വലിയ കോളിൽ പറയും എന്തെങ്കിലും വെറൈറ്റി ഫുഡ് കഴിക്കണം, ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയും. പക്ഷേ എന്ത് ഏത് എങ്ങനെ എവിടെ നിന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ആ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കഴിച്ച് കഴിയാനപ്പോൾ ബ്രോസ്റ്റ് കൊണ്ടുവന്നു കേട്ടോ. എത്ര പീസ് ഉണ്ടായിരുന്നേ, അതൊന്നും അവിടെ ഞാൻ ഒരു കഷ്ണം കാണ്ട് കഴിച്ചുള്ളൂ കേട്ടോ. ബാക്കി പിന്നെ എന്താ പറയുക, മക്കളും കുറേയൊക്കെ ശ്രമിച്ചു, അവസാനം മടുത്തു കേട്ടോ അവർ. എന്നിട്ട് പിന്നെ ഞങ്ങൾ എന്താക്കി, ബ്രോസ്റ്റ് എല്ലാം കൂടെ അവരോട് പറഞ്ഞ് പാർസലാക്കിക്കോളാൻ പറഞ്ഞ് പാർസലാക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ എന്താ പറയുക, പക്ഷേ എങ്കിലും ഉള്ളത് ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് കഴിച്ചു. എങ്കിൽ പോലും ഞാൻ കുറേ ചിരിച്ചു കേട്ടോ. എനിക്ക് നാണക്കേടാണോ വരുന്നത്, ചമ്മലാണോ എന്നൊരു കുഞ്ഞിനെ എന്നോട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ഒരു കടയിലും പോകാൻ കൊള്ളൂല. എന്നിട്ട് പിന്നെ അതായിരുന്നു അവസ്ഥ. പിന്നെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ആ റൊട്ടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്തു, മയോണൈസോ ടൊമാറ്റോ സോസ് കൂട്ടി കഴിച്ചപ്പോൾ ഒരു രുചി തോന്നിയിട്ടോ. ഞാനതും കൂട്ടി കഴിച്ചു. പക്ഷേ എന്താണെങ്കിലും ഹോട്ടൽ നല്ല സൂപ്പർ ഹോട്ടലാണ് കേട്ടോ. ഇപ്പം പുതുക്കി അവർ മുകളിലേക്ക് അത്യാവശ്യം വലിയ ഫാമിലി ഫങ്ഷനും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളോട് കൂടിയ ഒരു നല്ലൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അവിടെ. അത്യാവശ്യം വലിയൊരു ഫങ്ഷൻ തന്നെ വെച്ചാലും ആളുകൾക്ക് വരാനും പങ്കെടുക്കാനും പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും വേണ്ടിയില്ല, ഞങ്ങളും ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ കഴിച്ചു, എന്തൊക്കെയോ കഴിച്ചു. കുറേ നാളുകൾക്ക് ശേഷം ഹോട്ടലിലൊക്കെ ഒന്ന് കയറി അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളും ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇറങ്ങി. അപ്പോൾ എന്താ പറയുക, കുടുവിന് ആദ്യം ചെരുപ്പ് വാങ്ങിയില്ലായിരുന്നല്ലോ, കടയിലൊക്കെ തിരക്കായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോയിട്ടോ. ചെരുപ്പ് വാങ്ങാൻ ചെന്നപ്പോൾ എന്താ രസം, അവന് ആദിക്ക് ചെരുപ്പ് ഉള്ളത് മതി എന്ന് പറഞ്ഞു. മോനൂസിൻ്റെ ചെരുപ്പായിരുന്നു കേട്ടോ പൊട്ടിയത്. അപ്പോൾ അവനും അതുപോലെ എൻ്റെ ഷൂ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നനഞ്ഞിട്ട് ഇങ്ങനെ ഇതാവുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സാധാ ചെരുപ്പ് വാങ്ങിയിട്ടോ. എന്നിട്ട് ഞങ്ങളൊക്കെ പിന്നെ ആദ്യകൂട്ടൻ പൈസ ഇല്ലാത്ത ആദ്യകൂട്ടൻ പറഞ്ഞു വേണ്ട, എനിക്കിപ്പോൾ ചെരുപ്പ് വേണ്ടാന്ന്. മോനൂസ് പിന്നെ എന്താണെങ്കിലും പൊട്ടാനായ കാരണം അവന് വാങ്ങി. ഇവൻ അപ്പോൾ എന്ത് ചെയ്തെന്ന് പറയാം, അവന് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പും ഇട്ടിട്ട് അവനകത്ത് പോയി നിൽക്കുക. ആ ചെരുപ്പ് വാങ്ങാതെ അവൻ എന്ത് ചെയ്താൽ തിരിച്ചു പോരൂല. ആ ചെരുപ്പ് വാങ്ങിയേ പറ്റുള്ളൂ കേട്ടോ അവന്. അങ്ങനെ അവസാനം ഞങ്ങൾ പറഞ്ഞു വേറെ മാർഗ്ഗമില്ല, അവൻ പോരുന്നില്ല ഞങ്ങളെ കൂടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ചെരുപ്പൊക്കെ വാങ്ങി ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പോഴത്തേക്കും രാത്രിയായിട്ടോ. 8 മണി 8:30 9 മണിയൊക്കെ ആവാനായി തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂൾ തുറക്കുന്നുണ്ട് തലേ ദിവസം ഒരു യാത്ര പോയി. പക്ഷേ മറക്കാൻ പറ്റാത്ത ഒരു ഹോട്ടൽ ഭക്ഷണമായിരുന്നു കേട്ടോ അത്. എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ ഇനി ഉണ്ടാവും ഒരുപാട് പേര്, ഒരുപാട് സ്ത്രീകൾ എന്നെപ്പോലെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം അവരിങ്ങനെ പല ഭക്ഷണ സാധനങ്ങളും കേട്ടിട്ടുണ്ടാവാം, പക്ഷെ അതെന്താണ് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് എന്ത് വേണമെന്ന് ചോദിച്ചാൽ പറയാനറിയാത്തൊരവസ്ഥ. ഞാൻ ഒരുപാട് ചിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. അവിടെ ഇരുന്ന് ചിരിച്ചു. എന്നിട്ട് എന്നെ കളിയാക്കി, എൻ്റെ കെട്ടിയവനും കളിയാക്കി, മക്കളും കളിയാക്കി. മക്കൾ പിന്നെ ചേട്ടായി പറയുന്നതിനനുസരിച്ച് ചേട്ടൻ്റെ കൂടെ കൂടി അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതും കഴിയുന്നില്ല.
അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക അത് അവസ്ഥയാണ്. പക്ഷേ അതിലും നമുക്കൊരു സന്തോഷം തന്നെ എന്താ പറയുക, അതിലും ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ അവിടെ ഇരുന്ന് കുറേ ചിരിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ അവരിങ്ങനെ എന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ അവർ ചോദിക്കേണ്ടത് ഇത് ഏത് ആദിവാസിയാന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവർ നോക്കണേ. അങ്ങനെ തിരിച്ചു പോരുമ്പോൾ ഇത് അത്യാവശ്യം ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് കേട്ടോ. ആ മഴയൊക്കെ കൊണ്ട് ഞങ്ങളങ്ങനെ ഡ്രൈവ് ചെയ്ത് തിരിച്ചു പോകുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അച്ഛനും ആദ്യക്കുട്ടനും കൂടും ബൈക്കിൽ, അല്ല അച്ഛനും മോനൂസും കൂടും ബൈക്കിൽ, ഞാനും ആദ്യക്കുട്ടനും കൂടി എന്നിട്ട് സ്കൂട്ടറിൽ. അപ്പോൾ ഇന്നത്തെ യാത്രാവിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഞങ്ങളെ കൊച്ചു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ലൈക്ക് തരുന്നവർക്കും കമൻറ്റ് തരുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. കഴിയുമെങ്കിൽ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് തരിക എല്ലാവരും. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക് യു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഞങ്ങൾ. ബാക്കി അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളുമായിട്ട് കാണാം. താങ്ക് യു.